ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവ്. അവൻ ശത്രുക്കളെ മാത്രമല്ല, സ്വന്തം പ്രജകളുടെ ചിരിയെപ്പോലും വെറുത്തവൻ. ഖോറസ്മിയൻ സാമ്രാജ്യം പൊന്നും വെള്ളിയും നിറഞ്ഞ സമ്പന്ന നാട്. പക്ഷേ ഒരു ദിവസം ഒരു ദൂതനെത്തി, ചെങ്കിസ് ഖാന്റെ പ്രതിനിധി, രാജാവ് മുഹമ്മദ് ഷാ. അവന്റെ തല വെട്ടിച്ചു. അതൊരു യുദ്ധത്തിന്റെ തുടക്കമല്ലായിരുന്നു, അതൊരു ക്ഷണമായിരുന്നു നരകത്തിലേക്ക്. ചെങ്കിസ് ഖാൻ വന്നു. പക്ഷേ അവൻ സാധാരണ യുദ്ധം നടത്തിയില്ല. അവൻ മനുഷ്യ ഗോപുരങ്ങൾ പണിതു. ജീവിച്ചിരിക്കുന്ന ആളുകളെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചു. ശ്വാസം മുട്ടി മരിക്കാൻ വിട്ടു. ഒരു നഗരത്തിൽ 1.7 ദശലക്ഷം പേർ. അവസാനം ഒരു ജീവനും ശേഷിച്ചില്ല. നമ്മുടെ കണ്ണീര് ഭൂമിയെ കടലാക്കും എന്ന് ശത്രുക്കൾ വിങ്ങി പറഞ്ഞു. എന്തുകൊണ്ട്? ഭ്രാന്തോ? വിദ്വേഷമോ? അല്ല, ഭയം. ഭാവിയിൽ ഒരു കലാപവും അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നടുങ്ങണം. അതാണ് അവൻ ആഗ്രഹിച്ചത്. ചെങ്കിസ് ഖാന്റെ മുമ്പ് ക്രൂരത ഒരു ഉപകരണമായിരുന്നു. അവന്റെ ശേഷം അതൊരടയാളമായി മാറി. നിങ്ങളിന്ന് ക്രൂരൻ എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക, യഥാർത്ഥ ഭീകരത ചിതറുന്നില്ല, അത് കണക്കുകൂട്ടുന്നു.